ഹലോ, ഇപ്പം നമ്മൾ കൂർഗിലെ പ്ലാന്റേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ഗൈസ്, നമ്മളെ നെൽകൃഷിയാണ്. ഇത് മൊത്തം പാടാണ് കേട്ടോ ഗൈസ്. അങ്ങോട്ടേക്ക് ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊത്തം പാടാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്, അവിടെ എന്താണ് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കാണുന്നത് നമ്മളെ NH നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ബാക്കി നമുക്ക് നടന്ന് നോക്കാം. പിന്നെ അവിടെ ഒരു തോടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മളെ പശുക്കളൊക്കെ അവിടെ മേയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ ആയിട്ട് ഇത് വിതയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അവരെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നട്ടിട്ടുള്ള കേട്ടോ, സാധനം പറിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഈ വയൽ കാണുന്നത്. ഇത് നടാൻ വേണ്ടി പാകമാക്കി വെച്ചിട്ടുള്ള വയലാണ് ഈ കാണുന്നത്. അവിടെ ആയിട്ട് രണ്ടാൾക്കാർ നടുന്നുണ്ട്. പിന്നെ അവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, കുറേ ആളുകളെടുത്ത് പോവാം. അടിപൊളിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് കേട്ടോ കേസ്. ഇവിടെ അതുണ്ടോ, സാധാരണ എല്ലാ പാടത്തും വരമ്പ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ വരമ്പ് കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാണില്ല. മൊത്തം പാടം വരമ്പ് ഒരേപോലെയുള്ള, ജസ്റ്റ് പുല്ല് ഇവിടെ മുളച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. മൊത്തം ചെളിയാണ് കേട്ടോ. മാക്സിമം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് എങ്ങനെ കൃഷി നടത്താമെന്ന് ഇവരെ കണ്ട് പഠിക്കണം ശരിക്കും. ഇവിടെ ആക്ച്വലി ഇവർ നല്ല രസമാട്ടോ, അടിപൊളി നല്ല വൈബ്. ചിലപ്പോൾ പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും ഒരു കൃഷിയൊക്കെ ചെയ്യാൻ. ചെരുപ്പൊക്കെ കൈ പിടിക്കാം. ആ ഫുള്ള് ചളി ഇറക്കിപ്പോ. അതുകൊണ്ട് ഗൈസ് അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ ആദ്യം ഇതുപോലൊരു കെട്ടായിട്ടാണ് കേട്ടോ ഈ സാധനം ഉണ്ടാവാൻ. അപ്പോൾ ഇതിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇവർ പ്ലാന്റേഷൻ ചെയ്യുന്നത് കേട്ടോ. അതായത് മണ്ണിലോട്ട് താഴ്ത്തി വെക്കുന്നത്. അപ്പോൾ അത് അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം. പോകാൻ ഇച്ചിരി പാടാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കൂർഗിലെ മോൺസൂൺ വിശേഷങ്ങൾ. മെയിനായിട്ട് കൂർഗിലെ മോൺസൂണിൽ നടക്കുന്നൊരു മെയിനൊരു എന്താ പറയുക, ഒരു കൃഷിയാണ് നമ്മളെ നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 3-4 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് കേട്ടോ. അതായത് ഈ നടുക, പിന്നെ അതിന് വളമിട്ട് കൊടുക്കുക, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. പിന്നെ അത് കൊയ്ത്ത് സമയത്ത് അതിലൊരു രസമാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ചേട്ടന്മാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ಅಣ್ಣ ಕನ್ನಡ ವೀಡಿಯೋ ತೆಗಿಬೋದಲ್ವ? ಸ್ವಲ್ಪ ಹೇಳ್ಕೊಡ್ತೀರಾ ಇವರಿಗೆ ಹೆಂಗೆ ಅಂತ? ഇത് ഏട്ടൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്ന പോലെ കുറച്ച് എടുക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇതേപോലെ.
ವಿಡಿಯೋ ತೆಗಿಲ್ಲ ಪರವಾಗಿಲ್ಲ ಅಲ್ವಾ? ಅಲ್ಲ ಹಾಡೆಲ್ಲ ಆಡ್ಕೊಂಡು ಮಾಡಿ ನೀವೇನು ಹಿಂಗೆ ಎಲ್ಲ ಬರ್ತೀರಾ ಯೂಟ್ಯೂಬಲ್ಲಿ? ಹಾಡೆಲ್ಲ ಆಡ್ಕೊಂಡು ಮಾಡಿ, ಬೇಜಾರಾಗಿ ಮಾಡೋಂಗಿದೆ. അപ്പോൾ ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്കും ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്കൊക്കെ ഫുൾ എന്താ പറയുക നട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം. മഴയൊക്കെ വരുന്ന പോലെ ഉണ്ട്. അപ്പുറത്ത് ലേഡീസ് വേറെ ചെയ്യുന്നുണ്ട്. ടോട്ടലായിട്ടൊരു അടിപൊളി സംഭവമാണ്. ದೇವ್ಗೆ ಚೆಲ್ಲಿದರು ಮಲ್ಲಿಗೆಯ ದಾಳ ಬರುವಾಗ ದಾರಿಯಲ್ಲಿ ನಾನಿದ್ದೆ ದಾರುಗು ರಂಗೋಲೆ ಬೂಡತಿದ್ದೆ ಚೆಲ್ಲಿದರು ಮಲ್ಲಿಗೆಯ ಚೆಲ್ಲಿದರು ಮಲ್ಲಿಗೆಯ ಬಾಣ ಮೈಕಾರ ಮಾದೇವ್ಗೆ ಚೆಲ್ಲಿದರು ಮಲ್ಲಿಗೆಯ ದಾರೋ ರಂಗೋಲೆ ಬುಡತಿದ್ದೆ ದೇವಮ್ಮ ದಾಳ ಜಲ. ಪರವಾಗಿಲ್ಲ ಚೆನ್ನಾಗಿದೆ. ನೀವೆಲ್ಲ ಇದೇವ್ರವ್ರಾ? ಇಲ್ಲೇನಾ? ಹೌದಾ? ಎಲ್ಲಿ ಜಾಗ ಎಲ್ಲಿ ನೀವು? HD ಕೋಟೆನಾ? ಬೆಳಿಗ್ಗೆ ಏನು ಗಾಡೀಲಿ ಬರ್ತೀರಾ? ಹೌದು. ಪೊನ್ನಂಪೇಟೆಯಲ್ಲಿ ಸ್ಟೇನಾ ಇವಾಗ? ಹಾಂ ಹೌದಾ? ಹಾಂ ಓಕೆ, ಎಲ್ಲರಿಗೂ ಥ್ಯಾಂಕ್ ಯು. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ചേച്ചിമാരൊക്കെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടോ ഇവിടെ കൃഷി ചെയ്യണം. ചേട്ടന്മാർ കഥയൊക്കെ പറഞ്ഞിട്ടോ ഇവിടെ ചെയ്യണത്. ചേച്ചിമാരാണെങ്കിൽ നല്ല വൈബൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് വർക്ക് ചെയ്യണത്. നമുക്ക് അവിടെ 1-2 ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നോക്കട്ടെ. അയ്യോ വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സെറ്റാക്കാം. ಇപ്പം നമ്മളങ്ങനെ വന്ന് ചൂണ്ടക്കാരടുത്ത് എത്തി. ಏನಪ್ಪ ಮಾಡೋದು? ಮೀನು ಸಿಕ್ಕಿದ್ಯಾ? ಎಲ್ಲಿ കേട്ട് ഇതാടന്ന് അതാടെ ഉണ്ട് ഒന്ന് അപ്പുറത്താ. ഗൈസ് ഒരു മുഷു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്ര ശക്തിയാണ്. വീടൊന്നുണ്ടായി വെള്ളത്തിൽ പോയാന്ന് അത് ബാണ്ടാത്തോണ്ട് ചാടിയതാ? ഇത് ഇവിടെ ഉണ്ട്. ഇതന്നെയാ? ചെറുതല്ലോ. ഇപ്പോൾ നാടൊന്ന് വെച്ചിട്ട് വെള്ളത്തിൽ പോയി കൂട്ടൂലേ
കൂട്ടാണ്ടെന്ന്. ഔ എൻ്റെ മോനെ താഴൊന്നും സ്ഥലമില്ല, മുള്ള് കണ്ടുപോയി. താഴെ സ്ഥലമില്ല. നീലക്കോയി ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട് കണ്ടോ. പുല്ലിൻ്റെ ഇടയിലാണ്, മൊത്തം പുല്ലിൻ്റെ ഇടയിലാണ് കണ്ടോ. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ട് പറന്നു പോകുന്നുണ്ട്. അവിടെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കാവ്. പുല്ലിൻ്റെ അകത്ത് മൊത്തം ഉണ്ട്. ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ കൊക്കും കോഴിയൊന്നുമല്ല, ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ഓരോ ടൈപ്പ് ദേശാടന പക്ഷികളാണ്. പലതും നമ്മൾ പക്ഷി കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ മാത്രം കാണപ്പെടുന്ന ചില ടൈപ്പ് ഇതാണ്, പക്ഷികളാണ്. അത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതൽ അറിയില്ല, അതിൻ്റെ അടുത്ത് വെച്ച് അങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നതും പറക്കുന്നതും മാത്രമേ നമ്മളും കാണുന്നുള്ളൂ. എന്തിനും എടുത്തിട്ട് പോകുന്നു.